എനിക്ക് ഒട്ടും ബ്രസ്റ്റ് ഇല്ല. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. ബോഡി ഫുൾ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു കപ്പിനോട് എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ പുതിയൊരു സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വേറെ കുറേ പേരൊക്കെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സീരീസ് എന്താണെന്ന് വെച്ചാൽ ഗേൾ ടോക്കാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 വരെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മെയിലിലൊന്ന് മെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ മെയിൽ ID ഇവിടെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ സീരീസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു സീരീസും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഗേളി ടോക്ക്. നമ്മൾ ഇന്ന് അതാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്ത് ഗേളി ടോക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ പല പെൺകുട്ടികൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം അങ്ങനെ തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക. എനിക്കറിയുന്ന പോലെ കഴിയുന്ന പോലെ ഞാൻ റിപ്ലൈ തരാമെന്നുണ്ട്. നമ്മൾ വീഡിയോ ആക്കിയിട്ട് റിപ്ലൈ തരുന്നതാണ്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി പഠിച്ചിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് നമ്മൾ വീഡിയോയിലൂടെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗളി ടോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ഈ സീരീസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണോ ഇല്ലേ നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യാം. ഇനിയിപ്പോൾ മെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഇനിയിപ്പം വെളിപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മെയിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഇങ്ങനെ മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങളത് അറിയിക്കുക. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് ഹായ് കൂയി എന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ മെസ്സേജൊക്കെ ചിലപ്പോൾ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സോ മെയിൽ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് മെയിൽ വേഗം കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ടാണ് കേട്ടോ മെയിൽ ചെയ്യാൻ ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയുന്നത്. സോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ളത് പീരിയഡ്സ് ടൈമിൽ മെൻസ്ട്രൽ കപ്പാണോ പാഡാണോ യൂസ് ചെയ്യുന്നതെന്നാണ്. ഞാൻ ഇതുവരെ പാഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മെൻസ്ട്രൽ കപ്പിനോട് എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നോട് എൻ്റെ കസിൻ സിസ്റ്റേഴ്സ്, എൻ്റെ സിസ്റ്റേഴ്സ്, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കപ്പ് യൂസ് ചെയ്ത് നോക്ക്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാഡിലേക്ക് പോവുകയില്ല. അത്രയ്ക്കും കംഫർട്ടാണ്. നമുക്ക് പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആയതുപോലും നമുക്ക് പീരിയഡ്സ് ആയതുപോലും നമ്മൾ അറിയില്ല. ഇങ്ങനെ മെൻസ്ട്രൽ കപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും പാഡ് വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ ഈ കപ്പ് വെക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. നമ്മൾ കപ്പ് വെച്ചിടുന്നത് പോലും നമുക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു പേടി. എനിക്കിപ്പോഴും കംഫർട്ട് പാഡാണ്. പക്ഷേ ആരെങ്കിലും എന്നോട് മെൻസ്ട്രൽ കപ്പാണോ പാഡാണോ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് മെൻസ്ട്രൽ കപ്പാണ് ഒരുവിധം എല്ലാവരും യൂസ് ചെയ്ത് അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും പാഡിനേക്കാളും എത്രയോ ബെറ്റർ മെൻസ്ട്രൽ കപ്പാണ്. നമുക്ക് എക്സ്പെൻസിൻ്റെ രീതിയിലാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ലത് മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കുക. എന്നെപ്പോലെ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുന്നതാണ് ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഒരു Q&A സെക്ഷനായോ ഗൈസ്? ഇല്ലല്ലേ, നമുക്ക് സംസാരിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അൺവാണ്ടഡ് ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യുന്നത്, വാക്സിങ് ആണോ ഷേവിങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ വാക്സ് ചെയ്തിട്ടേ ഇല്ല. കാരണം അത് ഭയങ്കര പെയിൻഫുൾ ആണ്. സോ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഷേവാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പം ഫേഷ്യൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അപ്പർ ലിപ്പ്, ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ ഷേവാണ് ചെയ്യുന്നത്. മറ്റേ റേസർ വെച്ചിട്ട് വടിക്കാണ് ചെയ്യാറ്. 2-3 തവണ ഞാൻ അപ്പർ ലിപ്പും അതുപോലെ ഐബ്രോസും ഞാൻ
പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ നല്ല വേദനയായി കാരണം ഞാൻ എന്ത് ചെയ്തു അത് നിർത്തി. പിന്നെ എനിക്ക് തലവേദനേൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ കിടന്ന് വലിക്കുന്ന സമയത്ത് എനിക്ക് തലവേദന ചില സമയത്ത് എടുക്കാറുണ്ട്. അപ്പം പിന്നെ ഞാനത് വിട്ടുട്ടോ. പിന്നെ ഞാൻ സ്വന്തമാക്കി എടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട്. സോ ഞാൻ വീട്ടിൽ നിന്ന് ഷേവ് തന്നെയാണ് ചെയ്യാറും. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വാക്സിൻ ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ട്. ബട്ട് എനിക്കത് അത്ര തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ച് പറക്കുകയല്ല, അത് അത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വാക്സ് ചെയ്യുന്ന സമയത്ത് ഹെയർ വരാൻ വേണ്ടിയിട്ട് ഒരു 2 വീക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് ഒരു 1 വീക്ക് കൊണ്ട് ഹെയർ വരും. ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. വലിയ പെയിനും കാര്യങ്ങളൊന്നും സഹിക്കേണ്ട ഷേവ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളർ വരാൻ ചാൻസ് കൂടുതലാണെന്ന്. അതെനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഫുള്ള് ഷേവാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റേസർ വെച്ചിട്ട് ഷേവാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ലിപ്പാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഒരു ഡാർക്ക് കളർ അങ്ങനെ എനിക്കറിയില്ല, ഇതുവരെ വന്നിട്ടില്ല. മേ ബി നമ്മൾ യൂസ് ചെയ്യുന്ന റേസറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, മേ ബി, എന്താണെന്നറിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഞാൻ അപ്പർ ലിപ്പ് എടുക്കുന്ന സമയത്ത് അത് ഡെയിലി എടുക്കാറുണ്ടോ, 2 വീക്സ് കൂടുമ്പോഴാണോ 1 വീക്ക് കൂടുമ്പോഴാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അപ്പർ ലിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ആവുമ്പോഴേക്കും അത്യാവശ്യം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിങ്ങനെ വരുന്ന സമയത്ത് അത് ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ എന്ത് ചെയ്യും, ഞാനത് വരുമ്പോൾ തന്നെ ഞാനത് അങ്ങനെ വേഗം റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ റേസർ വെച്ചിട്ടാണ് ഷേവ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ബ്ലേഡ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ റേസർ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്തത്. ബ്ലേഡ് വെച്ച് ചെയ്യാതിരിക്കുക, റേസർ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പർ ലിപ്പ് എത്ര തവണ കൂടുമ്പോഴാണ് എടുക്കാറെന്ന്. ഞാൻ ഒരു മാസത്തിൽ 2-3 തവണ എടുക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയും ഹെയർ ഗ്രോത്ത് ഉണ്ട്. ഇപ്പം തന്നെ നോക്കിയാൽ ഇപ്പം തന്നെ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ഞാൻ മെനയാന്നാണ് എടുത്തത്. പിന്നെ ഐബ്രോസ് ചോദിച്ചിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഞാനൊരു 1 വീക്ക് കൂടുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഞാനൊരു 2 വീക്സ് ആവാനായിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇത് വളരട്ടെ, കുറച്ചുകൂടെ തിക്കിൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെയാണ് എൻ്റെത് എടുക്കാറ്. ഐബ്രോസൊക്കെ ത്രെഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ടായി പോകാറുണ്ട്. അപ്പോൾ ഷേപ്പിന് നല്ല മാറ്റം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതാണ് വിചാരിച്ച് കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ആവട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ കാട് പിടിച്ച് വന്നത്. അടുത്തൊരാൾ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ അൺറാംസിൽ ബ്ലാക്ക് കളർ പോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അണ്ടർആംസിൽ ഹെയർ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ചെറിയ രീതിയിൽ ബ്ലാക്കിഷ് കാര്യങ്ങളൊക്കെ നല്ല ചാൻസ് ഉണ്ട്. എത്ര വലിയ സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവർക്കും ബ്ലാക്ക് കളർ ഉണ്ടാവും. പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടു നടക്കുകയാണ്. നമുക്ക് ചില വീഡിയോസിലൊക്കെ ഞാൻ പല ആൾക്കാരതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ വീഡിയോസിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷാനി കൃഷ്ണകുമാറിലെ അവരുടെ ഒരു വീഡിയോസിൽ അവർ ഒരു പ്രൊമോഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അണ്ടർആംസ് കാണിക്കുന്ന സമയത്ത് ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്, ഭയങ്കര വൈറ്റ് കളറിൽ. ബട്ട് ചില വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ നമുക്ക് ചെറിയ രീതിയിൽ ഡാർക്ക് കളർ ഉള്ളതായിട്ട് തോന്നും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത് സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ നമ്മളത് നീറ്റ് ആൻഡ് ക്ലീനിൽ കൊണ്ട് നടക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് റോൾ ഓൺസ് അവൈലബിൾ ആണ്. നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളത് യൂസ് ചെയ്യണതാണ് നല്ലത്. പിന്നെ ഇടയ്ക്കൊക്കെ കാപ്പിപ്പൊടി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടി, പഞ്ചസാര, കുറച്ച് പാലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടേക്ക് ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഭയങ്കര ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ. ഒരുപാട് റോൾ ഓൺസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ബുക്കിലാണ് എഴുതി വെച്ചിട്ടുള്ളത്, ലൈഫ് നമ്മൾ വിചാരിച്ച പോലെ അല്ല പോകുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ആരുടെ ലൈഫും ഞാനത്ര ഉപദേശിക്കാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ബട്ട് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ആരുടെ ലൈഫും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല പോകുന്നത്. നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ നമുക്കൊരു
എന്താ പറയുക, ഒരു ത്രില്ല് ഉണ്ടാവത്തില്ല, ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ ഒരു ഇതില്ലല്ലോ, ഒരു എന്താ പറയുക, ആ സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളും ലൈഫിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നല്ലതിനാവട്ടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്നതാണ്. ഇപ്പം ആരുടെ ലൈഫും ആരും വിചാരിച്ച അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല പോകുന്നത്. വിചാരിക്കാത്ത പല കാര്യങ്ങളൊക്കെയാണ് നടന്നു പോകുന്നത്. നമ്മളതിനെ നൈസായിട്ട് ഓവർകം ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ എനിക്ക് ഒരുപാട് ഉപദേശമൊന്നും തരാനില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അടുത്ത് എന്ന് പറഞ്ഞാലും ചെസ്റ്റിലുള്ള ഹെയർ ഗ്രോത്ത് പ്രശ്നമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെസ്റ്റിൽ ഗേൾസിന് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ അണ്ടർ ആംസിലാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവുക എന്നല്ലാതെ ചെസ്റ്റിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മേ ബി മെയിൽ ഹോർമോൺസ് കൂടുതലുള്ളവർക്കായിരിക്കും ഇങ്ങനെ ചെസ്റ്റിലൊക്കെ ഹെയർ ഉണ്ടായിരിക്കുക. PCOD ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സോ അതിൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ ഇനി വന്നെന്ന് വിചാരിച്ച് നമുക്ക് അവിടെ ഹെയറൊക്കെ വന്നെന്ന് വിചാരിച്ച് ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു ചേച്ചി പറയുന്നത് അവരുടെ പുറത്ത്, നമ്മുടെ ആണുങ്ങളുടെ പുറത്തൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ രോമല്ലേ, അതുപോലെ അവർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺസ് കുറച്ച് കൂടുതലാണ്. സോ അതാണ് കേട്ടോ അങ്ങനെ വന്നിട്ടുള്ളത്. നോർമലാണ്, നമ്മൾ ഒരുപാട് രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് ഒരു ചേച്ചിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല, നീ തടിച്ച് വരികയാണ്, പുറത്ത് നിന്ന് എന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് എനിക്കറിയില്ല. പുറത്ത് നിന്ന് ഫുഡ് കഴിച്ച് ഞാൻ വണ്ണം വെച്ചു എന്ന് എല്ലാവരും പറഞ്ഞ് നടക്കുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 years ആവാനായിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു ബേബി വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്, അല്ലാതെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഫാമിലി എല്ലാവരും എന്നെ അങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിലിപ്പോൾ എന്താ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളിപ്പോൾ ബേബി വേണ്ടാന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫാമിലീനെ അറിയിക്കുക. അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക, ഞങ്ങളിപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെന്ന് വിചാരിച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കും, അതെനിക്കറിയത്തില്ല ഗൈസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ എത്ര പേരപ്പോൾ അങ്ങനെ കഴിക്കുന്ന, പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വണ്ണം വെച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബേബി ഉണ്ടാവുന്നതിൽ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ നിങ്ങളുടെ അമ്മായിയമ്മേനെയും ഫാമിലീസിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. നെക്സ്റ്റിൻ്റെ ക്യാരക്ടർ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന്, നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവുകയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അവരെങ്ങനെയാണോ എന്നുള്ള രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ലൈഫിൽ കയറിയിട്ട് അവരുടെ സ്വഭാവം മാറ്റുന്നത്, നമ്മൾ എന്തിനാണ് അവരുടെ സ്വഭാവം മാറ്റുന്നത്? അവർ നമ്മുടെ സ്വഭാവം മാറ്റാൻ വന്നിട്ടില്ല. സോ നമ്മൾ അവരുടെ സ്വഭാവം മാറ്റാൻ നിൽക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഹാബിറ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, ബാഡ് ഹാബിറ്റ് ഒഴിവാക്കാൻ പറയാം. അല്ലാതെ അവരുടെ ഫുൾ ക്യാരക്ടർ മാറ്റാൻ വേണ്ടിയിട്ട് അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ ക്യാരക്ടർ മാറ്റാനുള്ള ഒരു അധികാരവും നമുക്കില്ല ഗൈസ്. നമ്മൾ ഒരാളുടെ ക്യാരക്ടർ ഫുള്ളായിട്ട് മാറ്റുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് അയാളുടെ ക്യാരക്ടറാണ്, നമുക്കത് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ബാഡ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരത്തിൽ വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞ് കൊടുക്കാം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലതും സ്മൂത്തായിട്ട് നടക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അടുത്തത് സ്നേഹ, എനിക്ക് വയസ്സ് 17. സ്നേഹ ചേച്ചി എന്നാണ് വിളിച്ചിട്ടുള്ളത്. എനിക്ക് വയസ്സ് 17. ചേച്ചി, എനിക്ക് ഒട്ടും ബ്രസ്റ്റ് ഇല്ല. എന്നോട് എല്ലാവരും പറയുന്നു ഇതൊന്നും ഇല്ലെങ്കിൽ ബോയ്സിനൊരു അട്രാക്ഷനും ഉണ്ടാകില്ല എന്ന്. ഇനി ഇതൊക്കെ വളരോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്നെ കാണാൻ തന്നെ ഇഷ്ടമില്ല.
ആളുടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമും കിട്ടത്തില്ല. നമ്മൾ മറ്റൊരാളുടെ ഇത് നോക്കി ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ, നമ്മളിങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. അല്ലാതെ മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാനുള്ള ടൈമും നമുക്ക് ജീവിക്കാനുള്ളൊരു ഇത് ഉണ്ടാവത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ആൾക്കിപ്പോൾ 17 വയസ്സല്ലേ, നമ്മുടെ ബോഡി ഫുൾ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 22-23 വയസ്സൊക്കെ എടുക്കും. സോ ഇപ്പം തന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആൾ പറഞ്ഞല്ലോ എനിക്ക് എന്നെ കാണുന്നതെന്ന് ഇഷ്ടമില്ല. നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ഭയങ്കര സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് അടിപൊളി, എന്നെ കാണാൻ എന്ത് രസം. കാണാവുന്ന സമയത്ത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരാനുണ്ട്. ഏത് സിറ്റുവേഷനിലും, ഇനിയിപ്പോൾ നമ്മളെ കാണാൻ രസമില്ലെങ്കിലും രസം ഉണ്ടെങ്കിലും ഏത് സിറ്റുവേഷനിലും നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ആ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ് ഗൈസ്, പവർഫുൾ ആയിട്ട് നിൽക്കും. ഈ കാര്യം പറഞ്ഞ ആൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കാം. തൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്നതിന് തനിക്ക് അറിയാൻ പറ്റും. ഒരാൾ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെറും വേസ്റ്റാണ്. ശരീരം കണ്ട് നമ്മുടെ അടുത്ത് വരുന്ന ആൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. സോ അങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നോക്കുക. നമ്മൾ അടിപൊളിയാണെന്ന് പറയാം. ഓക്കെ, അടുത്തത് ഇതെനിക്ക് ചെറിയ രീതിയിൽ എനിക്കിത് അറിയുള്ളൂ. ഒരുപാട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. സ്റ്റിക്ക് ഓൺ ബ്രാസസ് യൂസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് 1 ടൈം ആണോ അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഞാനിതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ യൂസ് ചെയ്തവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതിന് സ്റ്റിക്നെസ് പോവാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അടുത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ വളരെ വലിയ രീതിയിൽ ചീറ്റ് ചെയ്തു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നേ ഉള്ളൂ. ആൾ എന്നോട് കുറേ സോറി പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ബട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാം? ഇത് ലാസ്റ്റതാണ്. ഇതിലിപ്പോൾ ഒരു ഡിസിഷൻ പറയേണ്ടത് ഞാൻ എന്താ ചെയ്യുക സ്നേഹമെന്ന് ചോദിച്ചാൽ ഞാനല്ല ഒരു ഡിസിഷൻ പറയേണ്ടത്. ഇപ്പോൾ എന്നെക്കാളും മുതിർന്ന ആളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ഒരു ഡിസിഷൻ അല്ല ഇതിൽ പറയേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അല്ലാതെ ഇപ്പോൾ വീട്ടുകാർ വന്നിട്ടോ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഞാൻ വന്നിട്ടോ അല്ല ഒരു ഡിസിഷൻ പറയേണ്ടത്. നിങ്ങൾ സംസാരിച്ചിട്ട് മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തുക കാര്യം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നീ അങ്ങനെ ചെയ്യുക, അവരൊഴിവാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്കാണ് നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കാനുള്ള ഫുൾ റൈറ്റ് വന്നിട്ട്. അപ്പോൾ ഞാനതിൽ പറയാനുള്ളൊരു ആളല്ല. ആയാലും നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്താൽ മതിയിട്ട്. നമ്മുടെ പാർട്ട് 2 വൈകാതെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ.